ബഹുമാനിയായ ഓമനക്കുട്ടി ടീച്ചർ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ഞാൻ ഒരു 44 കൊല്ലമായി കാണും സിനിമാ സംബന്ധമായിട്ട് ഒരു ജീവിതം നയിക്കുന്ന ആളാണ്. അപ്പം കഴിഞ്ഞ 10 കൊല്ലമായിട്ടാണ് അതിൻ്റെ കൂട്ടത്തിൽ MLA കൂടെ വന്നത്. അപ്പോൾ അഭിനേതാവായിട്ടാണ് നിന്നതെങ്കിലും ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളും ഇടപഴകി ജീവിച്ചതും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുമായിട്ട് തന്നെയാണ്. കാരണം ചെന്നൈയിലെ കുറേ കൊല്ലം അന്ന് എല്ലാ സിനിമയുടെ എല്ലാ വശങ്ങളും ചെന്നൈയിൽ തന്നെ കോടമ്പക്കം പ്രദേശത്ത് താമസിക്കുകയാണ് എല്ലാ വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും, അതിനോടൊപ്പം തന്നെ ക്യാമറാമാന്മാരും അഭിനേതാക്കളും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളും എല്ലാം. അപ്പോൾ എപ്പോഴും തമ്മിൽ കാണുകയും സൗഹൃദം പങ്കുവെക്കുകയും അവരുടെ വീടുകളിൽ പോവുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടം വളരെ സന്തോഷത്തോടുകൂടി എനിക്ക് ഓർക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഡബ്ബിങ് ആണോ അഭിനയമാണോ കൂടുതൽ മികച്ചതെന്നുള്ള ഒരു വലിയ ചർച്ച ഞാൻ സിനിമയിൽ വന്നപ്പോൾ തന്നെ അന്നു മുതൽ തന്നെ ഉണ്ട്, അതിനു മുമ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ പറയുന്നു, ഞങ്ങൾ ഇവരിനി എങ്ങനെ അഭിനയിച്ചാലും ഞങ്ങൾ ശബ്ദം കൊടുത്തില്ലെങ്കിൽ ഇല്ലല്ലോ, ഞങ്ങളല്ലേ ആ കഥാപാത്രത്തെ മോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അഭിനേതാക്കൾ പറയും, ഞങ്ങൾ അഭിനയിച്ചാലല്ലേ നിങ്ങൾ ശബ്ദം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ആ ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അഭിനേതാവ് മാത്രമല്ല, ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ്.